സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ അടക്കം ഈ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചികിത്സാ ചെലവുകൾ സംസ്ഥാനം നൽകുന്നത് എന്ന് ഇരിക്കെ ആണ് സംസ്ഥാനത്തെ MLA-മാർക്ക്, മുൻ MLA-മാർക്ക്, അവരുടെ ആശ്രിതർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ നേരിട്ട് പണം നൽകുന്നത് എന്നതാണ് ഇവിടെ വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിക്കേണ്ടതായി വരുന്നത്. നിരവധിയായ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തുകയും ആ തുക സർക്കാർ അടയ്ക്കുകയും ചെയ്താൽ ഇപ്പോൾ ചെലവാക്കുന്ന തുകയുടെ ഒരംശം മാത്രം മതി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിവരാവകാശ രേഖയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ MLA-മാർക്കും മുൻ അംഗങ്ങൾക്കുമായിട്ടാണ് 38.65 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് 5 വർഷം കൊണ്ട് ചെലവഴിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ കൃത്യമായ ഡേറ്റയിലേക്ക് പോകുമ്പോൾ 38,65 ലക്ഷത്തിൽ അധികം തുക, 38,65,42,580 രൂപ, ഇതാണ് വിവരാവകാശ രേഖ പ്രകാരം 5 വർഷം കൊണ്ട് ചെലവഴിച്ചതായി നമുക്ക് കണക്കാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓർക്കുക, ഇത് വിവരാവകാശ രേഖ പ്രകാരം, അതായത് വിവരാവകാശ നിയമപ്രകാരം സർക്കാർ തന്നെ നൽകിയിട്ടുള്ള കണക്കുകൾ ആണ് എന്നതാണ്. ഈ കണക്കിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിലവിൽ സിറ്റിംഗ് MLA-മാർ ആയിരുന്നവർ, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സിറ്റിംഗ് MLA-മാർ ആയിരുന്നവർ മാത്രം 8.41 കോടി രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. അതായത് സ്വകാര്യ ആശുപത്രികളെ അടക്കം ആശ്രയിക്കുകയും അവിടെ നിന്നുള്ള ബില്ലുകൾ റീഇംബേഴ്സ്മെന്റിന് വേണ്ടി നൽകുകയും ചെയ്ത് 8.41 കോടി രൂപ. മുൻ MLA-മാർ, അവരുടെ ആശ്രിതർ, അങ്ങനെ 30.23 കോടി രൂപയാണ് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷത്തിനിടെ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ രസകരമാകുന്ന കാര്യം, നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടു. ഈ സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾക്കും ഇൻഷുറൻസ് നൽകുന്നതിന് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് 10 കോടി രൂപയാണ്. അപ്പോഴാണ് ഈ 5 കൊല്ലത്തിനിടെ 38 കോടി രൂപയുടെ ചികിത്സാ ചെലവ് വിവിധ MLA-മാർ, മുൻ MLA-മാർ, അവരുടെ ആശ്രിതർ എന്നിവരുടെ പേരിൽ എഴുതിയെടുത്തിട്ടുള്ളത് എന്നതാണ്. ഇനി ഇതാ ആ ഡേറ്റയുടെ കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ 2021-22 കാലയളവിൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഡേറ്റയാണ്. 2,23,00,000 രൂപയാണ് MLA-മാർ ചികിത്സയ്ക്കായി വാങ്ങിച്ചത്. ഒരു കൊല്ലം ആണ് ഇത്രയധികം തുക. 2022-23 1,57,00,000 രൂപ ചികിത്സാ ചെലവിനായി കൈപ്പറ്റി. 2023-24 1,71,00,000, 24-25 1,20,00,000, 25-26 1,69,00,000 എന്നതാണ് കണക്കുകൾ. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ആണ് നിയമസഭാ സാമാജികർ അവർക്ക് വേണ്ടിയോ അവരുടെ ആശ്രിതർക്ക് വേണ്ടിയോ പൊതു ഖജനാവിൽ നിന്ന് വിനിയോഗിച്ചത് എന്നതാണ് ഈ കണക്കുകളിൽ വ്യക്തമാകുന്നത്. ഇനി ഇതാ മുൻ MLA-മാർ. സംസ്ഥാനത്ത് ഇപ്പോൾ മുൻ MLA-മാരുടെ പട്ടികയിൽ വരുന്നത് ഏതാണ്ട് 300ഓളം ആളുകൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധിയായ MLA-മാർ മരണപ്പെട്ടിട്ടുണ്ട്. ചില MLA-മാർ ഇപ്പോഴും MLA-മാർ തന്നെയായി തുടരുന്ന സാഹചര്യം ഉണ്ട്. മുൻ MLA-മാരിൽ പലരും. ഇവിടെ ഇതാ ആ ഡേറ്റ് കൂടി പങ്കുവെക്കുമ്പോൾ 2021-22 സാമ്പത്തിക വർഷത്തിൽ 5 കോടിയിൽ അധികം രൂപയാണ് ഒരു വർഷം ഖജനാവിന് ചെലവഴിക്കേണ്ടി വന്നത്. 2022-23 അത് 6,70,00,000, 23-24 6,58,00,000, 24-25 5 ലക്ഷം, 25-26 5,47,00,000. അതായത് 2021 മുതൽ 2026 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 5 കോടിക്ക് മുകളിലാണ് ഓരോ വർഷവും ചികിത്സയ്ക്ക് വേണ്ടി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രിയ പ്രേക്ഷകരെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇങ്ങനെ പണം നൽകുമ്പോൾ അതിന് അതിരുകളില്ല എന്നത് എടുത്തു പറയേണ്ടത്. എത്ര തുക വേണമെങ്കിലും ചികിത്സാ ചെലവ് എന്ന നിലയിൽ MLA-മാർക്ക് അല്ലെങ്കിൽ മുൻ MLA-മാർക്ക് സർക്കാരിൽ നിന്ന് ഈടാക്കാം എന്നുള്ളതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. VV വിനോദ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസ്, അതിനുവേണ്ടി സമഗ്ര പദ്ധതി സംസ്ഥാന സർക്കാർ രൂപം നൽകുകയാണ്. മുൻ സർക്കാരുകളുടെ കാലഘട്ടത്തിലെ കണക്കാണിത്. പക്ഷേ ആ സർക്കാരുകളെ അതേപോലെ തുടരുക എന്നതല്ലല്ലോ പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യം. ഇവിടെ മറ്റു പോംവഴികളുണ്ട്. ഇപ്പോൾ നല്ല ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന സംവിധാനങ്ങളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ പോലും മെഡിസെപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇൻഷുറൻസ് സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് ഇവർക്ക് ബാധകമല്ല എന്നുള്ളത് മാറ്റേണ്ട സമയമായിട്ടില്ല. അങ്ങനെ ഈ അധിക ചെലവ്, ഖജനാവിന് ചെലവ്, ബാധ്യത എന്നൊക്കെ പറയുന്ന ഗണത്തിൽ ഇതിനെയും പെടുത്തേണ്ടതല്ലേ വിനോദ്? അഭിലാഷ്, നമ്മൾ ഓരോ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിലൊരു ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ ഈ വാർത്തയിൽ നമ്മൾ കാര്യമായൊരു ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമൊക്കെ വളരെ താല്പര്യമുള്ളതാണ് ഇങ്ങനെ അനിയന്ത്രിതമായി പണം കിട്ടുന്നൊരു വഴി. അത് അടയ്ക്കുന്നതിനോട് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാകാൻ
ഒരു സാധ്യതയുമില്ല. ഇനി BJP ആണെങ്കിൽ ഭാവിയിൽ കേരളം ഭരിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരും ഇതിൽ വലിയ ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കാൻ പോകുന്നില്ല. എങ്കിലും പൊതുജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു വാർത്ത ഉത്തരവാദിത്തത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം മറ്റ് എല്ലാ വിഭാഗങ്ങൾക്കും അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞു. സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്കും പെൻഷനായവർക്കുമൊക്കെ മെഡിസെപ്പ് പോലുള്ള പദ്ധതിയുണ്ട്. മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുകിൽ ആ കമ്പനികൾ, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസി, ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു നൽകാറുണ്ട്. ഇനി അതല്ല, സാധാരണ തൊഴിലാളികളടക്കം ഏതെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്തുകയോ അല്ലെങ്കിൽ തട്ടുകട നടത്തുകയോ ഓട്ടോറിക്ഷ ഓടുകയോ ഒക്കെ ചെയ്യുന്നവർ ചെറിയ പ്രീമിയം തുകയിൽ അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചികിത്സ ആഗ്രഹമുണ്ടെങ്കിൽ അവർ അങ്ങനെയൊക്കെ തന്നെ ഇൻഷുറൻസ് കാർഡ് എടുക്കാറുണ്ട്. ഇത് ഒന്നും താല്പര്യമില്ലാത്ത ആളുകളാണ് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നത്. നമുക്കിവിടെ ജനപ്രതിനിധികളുടെ കാര്യത്തിലേക്ക് വരാം അഭിലാഷ്. ഇവർക്ക് ഒരു നിയമസഭാംഗം MLA ആയിരിക്കുമ്പോൾ അവർക്ക് വാഹനാപകടത്തിന് 20 ലക്ഷം രൂപ വരെയുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് ഒരു പോളിസിയാണ്. എന്നാൽ ഈ ആശുപത്രി ചിലവുകളുടെ കാര്യം വരുമ്പോൾ, മറ്റ് ചികിത്സകൾ ഒക്കെ വരുമ്പോൾ, സ്വകാര്യ ആശുപത്രിയൊക്കെ ആശ്രയിക്കുമ്പോൾ ഇവർക്കുള്ളൊരു പ്രിവിലേജ് വെച്ചിട്ട് നൽകിയിട്ടുള്ളത് മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ആണ്. അതായത് ചികിത്സിച്ചിട്ട് ഈ ബില്ല് ഹാജരാക്കുക. നിയമസഭയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇത് പരിശോധിക്കും. അവിടെ ഒരു മെഡിക്കൽ ബോഡിയുടെയോ അല്ലെങ്കിൽ ആ തരത്തിൽ വിപുലമായ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പരിശോധന പോലുള്ള പരിശോധനയൊന്നുമില്ല. ഈ ബില്ല് ഹാജരാക്കുന്നു, അവർ അത് പാസ്സാക്കുന്നു, ഈ പണം തിരികെ കിട്ടുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശുപത്രികളുമായുള്ള വലിയ ഒത്തുകളിയാണ്. അത് ആവശ്യമില്ലാത്ത ലാബ് പരിശോധനകളും മറ്റ് ടെസ്റ്റുകളും ഒക്കെ തന്നെ നടത്തുകയും ഇതിൻ്റെ ബില്ല് ഈ MLAക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ജനപ്രതിനിധിക്ക് മന്ത്രിക്കൊക്കെ താല്പര്യമുള്ള ഒരു ആശുപത്രിയായിരിക്കും. ആ ആശുപത്രിയുമായി ചേർന്ന് കുറേ ബില്ലുകൾ സംഘടിപ്പിക്കുന്നു, ഇത് സബ്മിറ്റ് ചെയ്യുന്നു. ഇത് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയോ അങ്ങനെ ഒരു വളരെ ഇഴകീറിയുള്ള പരിശോധനയൊന്നുമില്ല. ഇത് പാസ്സാക്കുന്നു, ഒരു വിഹിതം ആശുപത്രിയിലേക്ക് പോകുന്നു, ഒരു വിഹിതം ഈ ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ ഒരു നിയമസഭാ സാമാജികൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്. ഇത് MLAയുടെ കാര്യത്തിൽ മാത്രമല്ല, MLA ആയിരിക്കുമ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവരുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ഇവർക്കൊക്കെ തന്നെ ഇതിൻ്റെ സൗജന്യം ലഭിക്കുന്നുണ്ട്. ഇവരെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇതിൻ്റെ സൗജന്യം ലഭിച്ചിട്ടുണ്ട്. ഇനി MLA ആയിരുന്ന ഒരാൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തോറ്റുപോവുകയോ ചെയ്ത് ആ സ്ഥാനം നഷ്ടമായെന്ന് കരുതുക, ഇവരുടെ പങ്കാളിക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നു. ഈ MLA ആയിരുന്ന വ്യക്തി മരണപ്പെട്ടാലും ഇങ്ങനെയുള്ള റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിയെടുക്കാൻ ഇവരുടെ പങ്കാളിക്ക് സാധിക്കുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ കണ്ണട വാങ്ങിയതിൻ്റെയൊക്കെ വിവാദമുണ്ടായിട്ടുണ്ട്. വലിയ തുകയ്ക്കൊക്കെ കണ്ണട വാങ്ങിയ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത് സത്യമാണോ ശരിയാണോ കള്ളമാണോ ഒന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ കണ്ണിൽ കണ്ട രീതിയിൽ തുക എഴുതി ആളുകളെ പറ്റിക്കുന്ന ഒരു സംവിധാനം, ഇത് ജനപ്രതിനിധികൾക്ക് ഇത് സത്യം പറഞ്ഞാൽ ഖജനാവിൻ്റെ ഒരു ലൂട്ടിങ്, അങ്ങനെ ഖജനാവിനെ കൊള്ളയടിക്കുന്ന ഒരു മാർഗത്തിലേക്ക് വഴി തുറന്നു കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ്. ഏതെങ്കിലും സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സർക്കാരിനോട് കൂടിയാണ് നമ്മൾ പറയുന്നത്, ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആൾക്ക്, മുഖ്യമന്ത്രിക്ക് തന്നെ ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ അതൊരു വെല്ലുവിളിയായി. അവിടെയാണ് വിനോദ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ആരും ഒരു വിഷയമായി സഭയിൽ ഉന്നയിക്കാൻ പോലും സാധ്യതയില്ല എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.